അസ്സലാമലൈക്കും. അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെറിയ വ്ളോഗാണ് കാണിക്കാൻ പോകുന്നത്. പെരുന്നാളിൻ്റെ ലീവൊക്കെ ആയിട്ട് അധികം പേരും പുറത്തൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഷഹാനിയയിലുള്ള ഹീനത്ത് സൽമ പ്രൈവറ്റ് ഫാമിലായിരുന്നു. നല്ല ഓർഗാനിക് ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും കുറച്ച് മൃഗങ്ങളും പിന്നെ താമസിക്കാൻ സൗകര്യത്തിന് ഖത്തറിൻ്റെ ട്രഡീഷണൽ രീതിയിൽ ഒരുക്കി വെച്ചിട്ടുള്ള കുറേ ടെൻറ്റുകളും പിന്നെ നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ള ഫുഡൊക്കെ കിട്ടുന്ന റെസ്റ്റോറൻ്റൊക്കെ അടങ്ങിയിട്ടുള്ള വലിയൊരു പ്രൈവറ്റ് ഫാമാണിത്. കാറ് പാർക്ക് ചെയ്യാൻ പോകുന്ന ആ ഒരു വഴിയിലൊക്കെ നമുക്ക് നാട്ടിലൊക്കെ കാണുന്ന നെൽപ്പാടങ്ങളുണ്ടല്ലോ, അതുപോലെ തോന്നിക്കുന്ന കുറേ പാടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ പച്ചപ്പ് കണ്ണിനെന്നും ഒരു കുളിർമയാണല്ലോ, അപ്പോൾ പച്ചപ്പൊക്കെ കാണുമ്പോൾ നാട്ടിലുള്ള ഒരു ഫീല് കിട്ടും നമുക്ക്. പിന്നെ ഈ കാണുന്ന ടെൻറ്റുകളാണ് അവർ നമുക്ക് താമസിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത്. ആ ഒരു ടെൻറ്റിൻ്റെ ഉൾവശമൊക്കെ നമുക്കിപ്പം ഡീറ്റെയിൽ ആയിട്ട് കാണാം. ആദ്യം നമ്മൾ കാറ് പാർക്ക് ചെയ്യുക. കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുളയാണെന്ന് തോന്നുന്നു. മുളങ്കമ്പുകൾ വെച്ചിട്ടാണ് വേലി ഒരുക്കിയിട്ടുള്ളത്. ആ ഒരു പാർക്കിംഗ് ഏരിയയിൽ ചുറ്റും മുളങ്കമ്പുകൾ വെച്ചിട്ടുള്ള വേലിയാണ്. ഇതാ കണ്ടില്ലേ, ഇത് മുളയാണെന്നാണ് തോന്നുന്നത്, അറിയില്ല. ഇതുപോലെ ഓരോ വണ്ടിക്കും പ്രത്യേകമായിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സൗകര്യവും അവർ ഒരുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ടെൻറ്റിൻ്റെ ഉൾവശം കാണാം. ഈ ഒരു ടെൻറ്റ് അവർ ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട് തുറന്നു വെച്ചിട്ടുള്ള ടെൻറ്റാണ്. ഇതിനുള്ളിൽ ബെഡ്റൂം, ടോയ്ലറ്റ് പിന്നെ ഒരു മുറ്റം പോലെ ഒന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബെഡ്റൂമിൻ്റെ ഉള്ളിൽ നമ്മളെ ബെഡ്റൂമിലൊക്കെ സാധാരണ ബെഡ്റൂമിലൊക്കെ കാണുന്ന എല്ലാ സംഭവവും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. മേശ, ലാമ്പ്, വലിയ മിറർ, പിന്നെ ഡ്രസ്സൊക്കെ ഹാങ് ചെയ്യുന്ന സംഭവം, ബെഡ്, സോഫ, ചെയർ, ടീപ്പോയി, ഇതൊക്കെയുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഖത്തറീസിൻ്റെ പണ്ട് കാലത്തുള്ള ആ ഒരു മോഡലാണ്. ഒക്കെ ഇവിടെ പാത്രങ്ങളായിക്കോട്ടെ, മേശയായിക്കോട്ടെ, ചെയർ ഒക്കെ ഇത് കണ്ടില്ലേ, ജഗ്, കപ്പ്, ആ ഒരു ലാമ്പ് പോലും പഴയ കാലത്തുള്ള മോഡലാണ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ടോയ്ലറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഓപ്പൺ ടോയ്ലറ്റാണ്. ആ ഒരു ഷവറിന് തൊട്ട് താഴെ കുറേ ബബിൾസ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു വാഷ് ബേസിൻ കണ്ടില്ലേ, ആ ഒരു റഫായിട്ടുള്ള കല്ല് കൊണ്ടാണ് വാഷ് ബേസിൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ മ്യൂസിയത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പണ്ട് കാലത്തുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഖത്തറീസിൻ്റെ വീട്ടിലൊക്കെയുള്ള അതേ മോഡലാണ് ഇതൊക്കെ ഈ ഒരു ടെൻറ്റിനുള്ളിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ആ ഒരു ടോയ്ലറ്റിൽ നിന്ന് തൊട്ടിപ്പുറത്തായിട്ട് ഒരു മുറ്റം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ടീപ്പോയും പിന്നെ 3 ചെയറും കുറച്ച് ചെടികളും വെച്ചിട്ട് നമ്മൾ നേരത്തെ പാർക്കിംഗ് ഏരിയയിൽ കണ്ടിട്ടുള്ള അതേ സെയിം മുളന്തണ്ടുകൾ വെച്ചിട്ട് ഇതുപോലെ വേലി ഉണ്ടാക്കി അതിര് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടെൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ആ കാണുന്ന ഭാഗത്താണ് റെസ്റ്റോറൻറ്റ് ഉള്ളത്. അവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. ഇപ്പോൾ ഞങ്ങൾ വരാൻ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വന്ന സമയത്ത് ചെറുതായിട്ട് മഴ ചാറുകയും ഇരുട് പിടിച്ചിട്ടുള്ള ആ ഒരു ക്ലൈമറ്റൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ലൈറ്റ് പോകുന്നതിന് മുന്നേ നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണാം. പിന്നെ ഈ ഒരു ടെൻറ്റിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയായിട്ട് കുട്ടികൾക്ക് കളിക്കാനൊക്കെയുള്ള ഈ ഒരു പ്ലേ ഏരിയയും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും നമുക്ക് കണ്ടാൽ മനസ്സിലാവും, ഒരു പഴയ മോഡലുള്ള സ്വിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പ്ലേ ഏരിയയും അവർ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ഗാർഡനാണ്. ഇത് നമ്മുടെ റാഡിഷ്, ക്യാരറ്റ്, മസ്റ്റാർഡ് ഇവയൊക്കെയുള്ള വെജിറ്റബിൾ ഗാർഡനിലുള്ള ആ ഒരു വെജിറ്റബിൾസിൻ്റെ ഫ്ലവേഴ്സാണിത്. ഈ ഒരു വെജിറ്റബിൾ ഗാർഡനിൽ ഉള്ള സാധനങ്ങൾ അവിടെ ബോർഡ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന സാധനങ്ങളൊക്കെയാണ് ഈ വെജിറ്റബിൾ ഗാർഡനിലുള്ളത്. റാഡിഷിൻ്റെയും ക്യാരറ്റിൻ്റെയും മസ്റ്റാർഡിൻ്റെയും ഒക്കെ ഫ്ലവേഴ്സാണ് ഈ കാണുന്നത്. ഈ ഒരു സൈഡിലൂടെ നടക്കുമ്പോൾ അടിപൊളി സ്മെല്ലാണ്. നമ്മൾ പെർഫ്യൂമിൻ്റെ ഒക്കെ പല വെറൈറ്റിയിലുള്ള സ്മെല്ലുണ്ടല്ലോ, ആ ഒരു സ്മെല്ലാണ് നമുക്ക് ഇതിലൂടെ നടക്കുമ്പോൾ കിട്ടുക. പിന്നെ ഈ കാണുന്ന ചെടി എന്തിൻ്റെയാണെന്ന് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ, എനിക്ക് മനസ്സിലായില്ല അതെന്താണെന്ന്. പിന്നെ ആ ഒരു ഗാർഡൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയായിട്ട് ഒരു വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ അവർ ഒരുക്കിയിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഫാമിലിക്ക് ഇരുന്നിട്ട് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് പ്രകൃതിയോട് ഇണങ്ങിയിട്ട് പുറം കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഫുഡ് കഴിക്കുമ്പോൾ എന്തായിരിക്കും ഫീലിങ്സ്, അടിപൊളിയായിരിക്കില്ലേ. അപ്പോൾ ആ ഒരു സംഭവം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ രാത്രി കഴിക്കാനാണെന്നുണ്ടെങ്കിൽ അവിടെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അതും ഉണ്ട്. പിന്നെ ഇവിടെ മെയിനായിട്ട് കണ്ടത് ഒരുപാട് മൾബറീസ് ഉണ്ടായിരുന്നു. മൾബറിയുടെ മരം ഇഷ്ടം പോലെ ഉണ്ട്. അതും നല്ല ടേസ്റ്റുള്ള മൾബറീസ്. ആ ഒരു ബ്ലാക്ക് കളറിലുള്ളതിന് നല്ല മധുരവും റെഡ് കളറിലുള്ളത് നല്ല പുളിപ്പുമായിരുന്നു. അത് ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ഇഷ്ടം പോലെ പറിച്ചിട്ട് കഴിക്കാവുന്നതുമാണ്. കുട്ടികളൊക്കെ നല്ലോണം പറിച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാനും നല്ല ഭംഗിയുണ്ട്. ആ ഒരു റെഡും ബ്ലാക്കും ഒക്കെ ആയിട്ട് ഗ്രീൻ ലീഫിൻ്റെ ഇടയിലായിട്ട്. അതും നമ്മുടെ ആ ഒരു വെജിറ്റബിൾ ഗാർഡൻ്റെ അടുത്ത് തന്നെയായിട്ടുമുണ്ട്. പിന്നെ സെപ്പറേറ്റും ഉണ്ട്. കുറേ മരങ്ങളുണ്ട് മൾബറീസിൻ്റെത്.
പിന്നെ പോമോഗ്രാനറ്റിൻ്റെ മരം അതും ആ ഒരു മൾബറിയുടെ അടുത്ത് തന്നെയായിട്ടുണ്ട്. ഈ ഒരു വെജിറ്റബിൾ ഗാർഡൻ്റെ തൊട്ടിപ്പുറം തന്നെയായിട്ട് കുറേ സൂര്യകാന്തിയുടെ പൂക്കളുടെ ഒരു പാടം പോലെ അതും ഉണ്ട്. പിന്നെ ഈ കാണുന്ന ചെടി ഇതും എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. ഇത് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു ചെടി കാണുന്നത്. പിന്നെ കുറച്ച് സൂര്യകാന്തിയൊക്കെ ഇതുപോലെ ഉണ്ടായി കഴിഞ്ഞതാണ്. പിന്നെ ഉണ്ടായി നിൽക്കുന്ന സൂര്യകാന്തി തൊട്ടപ്പുറം തന്നെയായിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിൾ ഗാർഡന് നടന്ന് ഈ ഒരു ഭാഗത്ത് എത്തിയ സമയത്ത് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്ത സ്ഥലം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തായിട്ട് ഷെഡിലേക്ക് കയറി നിൽക്കുകയാണ് ചെയ്തത് കുട്ടികളൊക്കെ. പിന്നെ ഈ ഒരു നടപ്പാതയുടെ രണ്ട് സൈഡിലുമായിട്ട് ഇഷ്ടം പോലെ മൾബറിയുടെ മരങ്ങളും പിന്നെ പോമോഗ്രാനറ്റിൻ്റെ മരങ്ങളും പിന്നെ നമ്മുടെ റാഡിഷ്, ക്യാരറ്റ് ഇവയൊക്കെ നല്ലോണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് എന്ത് ഭംഗിയാന്ന് നോക്കൂ കാണാൻ. ആ ഒരു നടപ്പാതയുടെ തൊട്ടിപ്പുറത്തൊക്കെ ആയിട്ട് നിറച്ചും ആ ഒരു വൈറ്റ് ഫ്ലവേഴ്സൊക്കെ ആയിട്ട്, ക്യാരറ്റിൻ്റെയും റാഡിഷിൻ്റെയും ഒക്കെ ഫ്ലവേഴ്സാണ് ആ ഒരു വൈറ്റ്. അപാര സ്മെല്ലുമാണ് അതിന്. നല്ല സാധാരണ പൂക്കളുടെ സ്മെല്ല് തന്നെയാണ് ഈ ഒരു വെജിറ്റബിളിൻ്റെ ഇതിനും ഉള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ സൂര്യകാന്തിയുടെ പൂക്കൾ വെച്ചിട്ടുള്ളത്. കണ്ടില്ലേ എന്ത് ഭംഗിയാന്ന് നോക്കൂ. ഞാൻ ഇവിടെ അങ്ങനെ സൂര്യകാന്തിയുടെ പൂക്കളൊന്നും ഇങ്ങനെ കുറേയൊന്നും കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലെ സൂര്യകാന്തി പൂക്കൾ ഈ ഖത്തറിൽ കാണുന്നത്. നല്ല ഭംഗിയുണ്ട് അതും കാണാൻ. മഴ പെയ്തപ്പോൾ തന്നെ ആ ഒരു ചെടികളുടെ മുകളിലും റോഡിലൊക്കെ നല്ലോണം വെള്ളമായിട്ടുണ്ടായിരുന്നു. ആ ഒരു നനഞ്ഞ ആ ഒരു റോഡിലൂടെ നടക്കുമ്പോൾ നല്ല നാട്ടിലത്തെ ഒക്കെ ഒരു ഫീല് കിട്ടുന്നുണ്ടായിരുന്നു. നല്ല ക്ലൈമറ്റും ആയിരുന്നു, നല്ല തണുപ്പൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ കുറച്ച് ഇതുപോലുള്ള കുതിരകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു 3 കുതിരകളെ ഞാനിവിടെ കണ്ടിട്ടുള്ളൂ. പിന്നെ കുറച്ച് ആടും എമും ഒക്കെയാണുള്ളത്. നമ്മൾ സാധാരണ ഫാമിലൊക്കെ കാണുന്ന പോലെ ഒരുപാട് മൃഗങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അതിലും കൂടുതലായിട്ട് നമുക്കിവിടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെയാണ് കാണാനുള്ളത്. അപ്പോൾ കുട്ടികളൊക്കെ കുറച്ച് കുതിരകളുടെ കൂടെയൊക്കെ കളിക്കുകയൊക്കെ ചെയ്തു. ഫോട്ടോസൊക്കെ എടുക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇഷ്ടം പോലെ തന്നെ സീനറീസ് ഉള്ള ഒരു ഫാമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഫോട്ടോ എടുക്കാനായിട്ട്. പിന്നെ നമ്മൾ എമോനെയും ആടിനെയൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഇതും ഒരുപാടൊന്നുമില്ല, നമ്മൾ സാധാരണ ഫാമുകളിൽ കാണുന്ന അത്രക്കൊന്നും മൃഗങ്ങളില്ലായിരുന്നു. പക്ഷെ അതിലും കൂടുതൽ ഞാൻ ഈ പറഞ്ഞതുപോലെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു വെറൈറ്റി. എനിക്ക് പേഴ്സണലി പറയുകയാണെന്നെങ്കിൽ എനിക്ക് സാധാരണ ഫാമുകളെക്കാൾ ഒരുപാട് ഇഷ്ടമായി. ഇവിടെ നല്ല കാം ആൻഡ് ക്വയറ്റായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇരുട്ട് തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് കുറേ സ്ഥലങ്ങളിൽ പുറത്തും ഉള്ളിലും ആ ഒരു റെസ്റ്റോറൻറ്റിനുള്ളിലൊക്കെ ആയിട്ട് ഇതുപോലെ കാണുന്ന ഗ്ലാസ് ജാറിൻ്റെ ഉള്ളിലായിട്ട് ഒരു കാൻഡിൽസ് വെച്ചിട്ട് കത്തിച്ചിട്ട് അത് വെക്കുന്നുണ്ടായിരുന്നു. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ ഒരു ഇരുടായി തുടങ്ങുന്ന സമയത്ത് കാൻഡിൽസ് നിറച്ചും വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ ഒരു ടെൻറ്റിനുള്ളിൽ താമസിക്കാൻ വരുന്നവർക്ക് വേണ്ടിയിട്ട് ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ കൂടുതലായിട്ടും ഖത്തറീസും യൂറോപ്യൻസും ആണ് ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് വരാറുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പെർ ഫാമിലിക്ക് ഒരു ദിവസത്തേക്ക് 2000 എബോവ് ആണ് അവർ ആ ഒരു താമസ സൗകര്യത്തിന് വേണ്ടിയിട്ട് ചാർജ് ചെയ്യുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ റെസ്റ്റോറൻറ്റിൽ ഒരു നേരത്തെ ഫുഡിനെങ്ങാന് 350 റിയാൽ അങ്ങനെയും പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലത്തെ കിച്ചണിലാണ് ഞങ്ങളിപ്പോൾ പോയിട്ടുണ്ടായിരുന്നത്. This is mixed salad. Yeah, this is roasted peas with salad. They have farm lettuce.
പിന്നെ ഇത് റെസ്റ്റോറൻറ്റിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മുടെ നാട്ടിലത്തെ പെട്ടിക്കടയില്ലേ, ആ ഒരു പെട്ടിക്കടയുടെ മോഡലിൽ ടീ വെക്കുന്ന ആ ഒരു സ്ഥലമാണിത്. ഈ ഒരു ടീ നമ്മുടെ മലയാളിയാണ് ഈ ഒരു ടീൻ്റെ സ്ഥലത്ത് നിൽക്കുന്ന ടീ ബോയ്. അത് നമുക്ക് എല്ലാവർക്കും വരുന്ന വിസിറ്റേഴ്സിനൊക്കെ ഫ്രീ ആയിട്ടാണ് അവിടുന്ന് ടീ കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയായിട്ട് ഒരു ചെറിയ മ്യൂസിയം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് അവിടെ ആ ഒരു സാധനങ്ങൾക്കൊക്കെ പ്രൈസ് ടാഗൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അത് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഡ്രസ്സിനൊക്കെ പ്രൈസ് ടാഗൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പഴയ കാലത്തതും പുതിയതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ആ ഒരു മ്യൂസിയത്തിൻ്റെ ഉള്ളിലുണ്ട്. എനിക്ക് തോന്നുന്നു കൂടുതലും ഖത്തറീസും യൂറോപ്യൻസും ആണല്ലോ വരുന്നത്. അപ്പോൾ അവർക്കൊക്കെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളാണ് കൂടുതലായിട്ട് ഇവിടെ ഉള്ളത്. അപ്പോൾ അവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇതൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു മ്യൂസിയം കണ്ടു കഴിഞ്ഞിട്ട് അത്യാവശ്യം ലേറ്റായിട്ട് തന്നെയാണ് ഞങ്ങൾ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെയാണ് വിസിറ്റേഴ്സ് ടൈം. ഇതുവരെ ഖത്തറിലുള്ള ആരെങ്കിലും ഈ ഒരു ഫാം വിസിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് കണ്ടു നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ മുഴുവനായിട്ടും പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറേ പുതിയ പ്രൊജക്റ്റുകളൊക്കെ വരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ നമ്മൾ താമസിക്കാൻ നിൽക്കുന്ന ആ ഒരു ടെൻറ്റ് വിൻ്റർ സീസണിലാണ് കൂടുതൽ സൗകര്യം. അവർ പറഞ്ഞത് ഈ ഒരു സീസണിലൊക്കെ രാവിലെയൊക്കെ നല്ല ചൂടായിരിക്കും. അപ്പോൾ വിൻ്റർ സീസണിലാണ് യൂറോപ്യൻസും ഖത്തറീസൊക്കെ കൂടുതലായിട്ടും ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക, ഷഹാനിയയിലുള്ള ഹീനത്ത് സൽമ ഫാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.